എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1923 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് IFPHലെ തന്നെ ഒരു അംഗമായിട്ടുള്ള ഡോക്ടർ യഹിയ പറക്കവെട്ടിയാണ്. അദ്ദേഹം നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ഇന്നും നല്ലൊരു വിഷയവുമായിട്ടാണ് ഡോക്ടർ ക്ലാസ്സുമായി എത്തുന്നത്. ദന്തരോഗ ചികിത്സയും ഹോമിയോപ്പതിയും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ വിഷയം. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നന്ദി. ഇന്ന് ഡോക്ടർ യഹിയ പറക്കവെട്ടിയുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ഡോക്ടർ യഹിയ പറക്കവെട്ടി, യഹിയ വെൽനസ് സെന്റർ എന്നുള്ള ഒരു ഹോമിയോപ്പതി സെന്റർ ആലുവയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ ബ്രാഞ്ച് തിരുവനന്തപുരത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഡോക്ടർ ഒത്തിരി ക്ലാസ്സുകളും അതുപോലെ ചാനൽ വഴി ഉള്ള ക്ലാസ്സുകളും എല്ലാം നമ്മൾ ഡോക്ടറുടെ നല്ല നല്ല ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡോക്ടറെ ക്ഷണിക്കും. അൺമ്യൂട്ട് ചെയ്തേ. ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. കേൾക്കാം. ഡോക്ടർ വേറെ ഏതെങ്കിലും ഒക്കെ കൂടി കോഹോസ്റ്റ് ആക്കണോ? വേണ്ട, ഓക്കെ. കേൾക്കാം, എല്ലാരെയും കാണാം. ഓക്കെ, നമസ്കാരം. വന്നിരിക്കുന്ന ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ അധ്യാപകർക്കും മറ്റ് ഹോമിയോപ്പതി സ്നേഹികൾക്കുമെല്ലാം സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ദന്ത സംരക്ഷണം ഹോമിയോപ്പതിയിലൂടെ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഞാൻ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും ഇതിൻ്റെ പല ശകലങ്ങളും ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് അവതരിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാസ് ഞാൻ FM റേഡിയോയിൽ, കൊച്ചി FM-ൽ എടുക്കുകയുണ്ടായി. അത് ഞാൻ എയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഫേസ്ബുക്ക് പേജിലും ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹോമിയോപ്പതിയുടെ ഭാഗം നമുക്ക് കൂടുതൽ പറയാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ചുകൂടി എല്ലാവരും കുറേ അധികം ഡോക്ടേഴ്സും കുറച്ച് പേഷ്യൻസും ഒക്കെ ഉള്ളത് കൊണ്ട് ഹോമിയോപ്പതി പാർട്ട് കുറച്ചുകൂടി പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം പല്ലുകൾ എന്ന് പറയുമ്പം 32 പല്ല് എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ 32 പല്ല് ഡോക്ടർമാർക്കൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ സ്റ്റുഡൻസ് അതല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻസ്, ഹോമിയോപ്പതി സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം പല്ലുകളുടെ എത്ര പല്ലുകൾ, അത് എന്തിനൊക്കെ ഉള്ളതാണ്, അതിൻ്റെ നിറം എന്താണ്, പാൽപ്പല്ലുകൾ എന്താണ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം വരുന്ന പല്ലുകൾ, ഇത് ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ആ ബേസിക് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും മനസ്സിലാക്കാനായിട്ട്. 32 പല്ല് ഇപ്പോൾ നമുക്ക് 4ആയിട്ട് തിരിക്കുക, 4 ഭാഗമാക്കുക. 4 ഭാഗമാക്കി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് 8 പല്ല് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ 8 പല്ലില് നമുക്കറിയാം ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാസ്, മൊളാസ്, അങ്ങനെയാണ് അതിൻ്റെ നമ്പർ ചെയ്തിരിക്കുന്നത്. 2, 1, 2, 3 2 ഇൻസിസേഴ്സ്. അപ്പൊ ഇൻസിസേഴ്സിന് ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന 2 പല്ലുകളാണ്. അത് കട്ടിങ്ങിനുള്ളതാണ്. മനസ്സിലായില്ലേ? മുറിക്കാൻ വേണ്ടിയുള്ളതെന്നാണ് പറയുന്നത്. മുറിക്കുന്നതിന് വേണ്ടിയാണ് ഇൻസിസേഴ്സ്. അതിന്റെ പർപ്പസ് അതാണ്. മനസ്സിലായില്ലേ? കനൈൻസ് എന്ന് പറഞ്ഞാൽ ടേറിങ്ങിനുള്ളതാണ്, കീറാൻ വേണ്ടിയുള്ളതാണ്. ഉളിപ്പല്ല് എന്നൊക്കെ പറയുന്നില്ലേ, കീറുന്നതിന് വേണ്ടിയുള്ളതാണ് കനൈൻ. അത് നമുക്കറിയാം, ഓരോന്ന് വീതം 2 വശങ്ങളിലായിട്ടിരിക്കുന്നതാണ്. പിന്നുള്ളത് പ്രീമോളാസ് ആണ്. പ്രീമോളാസ് ച്യൂയിങ്ങിനുള്ളതാണ്. നമുക്ക് ശരിക്കും ചവയ്ക്കാനുള്ള പല്ലെന്ന് പറയുന്നത് ഈ പ്രീമോളാസാണ്. പിന്നെ വരുന്ന മൊളാസാണ്. മൊളാസ് 3 എണ്ണമാണ്. അത് പൊടിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? ഗ്രൈൻഡിങ് മൊളാസ് നമുക്ക് പൊടിക്കാനുള്ളതാണ്. അപ്പൊ അതങ്ങനെ 2, 1, 2, 3. അപ്പം
8 പല്ലാണ് വരുന്നത് ഒരു വശത്ത്. ഇതുപോലെ തന്നെ അപ്പൊ മറുവശത്ത് വരുന്നു. അപ്പൊ 8 8 16 പല്ല് മുകളിൽ വരുന്നു. അതേപോലെ തന്നെ താഴെയും 16 പല്ല് വരുന്നുള്ളത്. 2 1 2 3 ഓർക്കാൻ എളുപ്പമാണ്. അതാണ് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇനി കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 32 പല്ലില്ല, അവർക്ക് 20 പല്ലേ ഉള്ളൂ. അതില് ബേബി മോളിലാണ് വർക്സോള് 2. പാൽ പല്ലുകൾ എന്ന് പറയുന്നതാണ്. 20 പല്ലുകളേ ഉള്ളൂ കുട്ടികളെ സംബന്ധിച്ചോളം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അത് ഒരു 6 വയസ്സ് വരെയും ഉണ്ടാകുന്ന പല്ലാണ്. 6 വയസ്സിന് ശേഷമാണ് ഈ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോയിട്ട് പെർമനന്റ് ടീത്ത് വന്നു തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? അതായത് പ്രൈമറി ടീത്ത് എന്നൊക്കെ പറയും പാൽപ്പല്ലുകൾ. ഇനി ഒരു പല്ലിന്റെ സ്ട്രക്ചർ ഏറ്റവും മുകളിൽ നമുക്കറിയാം, നല്ല വെളുത്ത് പളപളാന്ന് കാണുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ, തിളങ്ങുന്ന ഒരു ഭാഗം. അത് എനാമലാണ്. ഏറ്റവും കട്ടി കൂടിയ പല്ലിന്റെ ഏറ്റവും കട്ടി കൂടിയ ഒരു ഭാഗമാണ് എനാമൽ എന്ന് പറയുന്നത്. അതാണ് ദാറ്റ് ഇസ് ദ വൈറ്റ് ഔട്ടർ ലെയർ. അതിന്റെ തൊട്ട് താഴെ കാണുന്ന ഡെന്റിനാണ്, അതാണ് ശരിക്കും ദ ബോൺ പാർട്ട്. അതിനകത്ത് വരുന്നതാണ് പൾപ്പ്. പൾപ്പിനകത്ത് നമുക്കറിയാം ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ ചേർന്ന് ദ കോർ ഓഫ് ദി ടീത്ത് ഈസ് ദ പൾപ്പ്. അതിനകത്ത് ബ്ലഡ് വെസൽസും നെർവ്സും കാണുന്നത്. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് ഒരു പല്ലിന്റെ ഭാഗങ്ങൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആദ്യത്തെ പല്ല് കുട്ടികൾ ആദ്യത്തെ പല്ല് വരുന്നത് ഒരു 6 മാസം മുതൽ 7 മാസം വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ പല്ല് വരണം. അതൊരു ചിലപ്പോൾ ചില അവസരത്തിൽ 2 വയസ്സോ 2.5 വയസ്സ് വരെയൊക്കെ നീണ്ടു പോയെന്നിരിക്കാം. എന്നാലും ആദ്യമേ ഒരു 7 മാസമൊക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും ആദ്യത്തെ പല്ല് വന്നിരിക്കണം. അത് എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എന്തിനാണ് ഈ പല്ലുകൾ, മനസ്സിലായില്ലേ? കുട്ടികൾക്ക് പല്ല് വരിക അല്ലെങ്കിൽ വരുത്തുക എന്നുള്ളത് ഈ പേരൻസിന്റെ ഒരു ധർമ്മമാണ്. കാരണം പല്ല് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മൗത്തിൽ നിന്നാണെന്നും അത് പല്ല് വഴി അരച്ച് ആഹാരം താഴോട്ട് പോവുകയും ചെയ്യണം. അപ്പം ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ പല്ല് വേണം. ഇനി സംസാരം, നമുക്കറിയാം പല്ല് ഫ്രണ്ടിലെ ഒരു പല്ലില്ല എന്നുണ്ടെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾക്കറിയാം. ഷൂ ഒക്കെ ആയി പോകും അല്ലേ? അപ്പം അക്ഷരങ്ങൾ സ്ഫുടമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും പല്ല് അത്യാവശ്യമാണ് അല്ലേ? അപ്പം അതാണ് രണ്ടാമത്തെ ഒരു ഉപയോഗം പല്ലിന്റെ. ഇനി മൂന്നാമത് പറയുന്നത് പെർമനന്റ് ടീത്ത്. നമുക്കറിയാം പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ പല്ല് ഈ കുട്ടികളുടെ ഈ പല്ലെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു 7 വയസ്സ് മുതൽ പെർമനന്റ് ടീത്ത് അല്ലെങ്കിൽ 6 വയസ്സ് കഴിഞ്ഞാൽ പെർമനന്റ് ടീത്ത് വന്നു തുടങ്ങും. ഈ പെർമനന്റ് ടീത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിന്റെ യഥാർത്ഥ അലൈൻമെന്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ മിൽക്ക് ഡെന്റിഷൻ പ്രോപ്പർ ആയിരിക്കണം. കറക്റ്റായിട്ട് ആദ്യത്തെ പല്ലുകൾ വന്നെങ്കിൽ മാത്രമേ ആ ഭാഗത്തുനിന്ന് പെർമനന്റ് ടീത്ത് നല്ല രീതിയിൽ മുളച്ചു വരത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ പെർമനന്റ് ടീത്ത് കാര്യക്ഷമതയോടുകൂടി വരണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈമറി ടീത്ത് വന്നേ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ നാലാമതായിട്ട് ഈ ജോ ബോൺസ് അല്ലെങ്കിൽ ഫേഷ്യൽ മസിൽസും ജോ ബോൺസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് പല്ല് അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് പല്ല് വേണം എന്ന് പറയുന്നതിന് പ്രധാന കാരണം. ഇനി പെർമനന്റ് ടീത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ പല്ല് ഞാൻ പറഞ്ഞു ഒരു 6 മാസം അല്ലെങ്കിൽ 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സിലാണ് പെർമനന്റ് ടീത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പെർമനന്റ് ടീത്ത് വരുന്നത് 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ആ ഒരു പീരീഡിലാണ് സ്റ്റാർട്ടിങ്. അത് ഒരു 13 വയസ്സ് വരെയും ഇങ്ങനെ പല്ലുകൾ ഇങ്ങനെ പെർമനന്റ് ടീത്ത് വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് പല്ല്, അതായത് വിസ്റ്റൺ ടീത്ത് എന്ന് പറയുന്നത് തേർഡ് മൊളർ, അത് ഏറ്റവും അവസാനത്തെ 3ാമത്തെ മൊളാറാണ് ഈ വിസ്റ്റൺ ടീത്ത് എന്ന് പറയുന്നത്. അത് ഒരു 21 വയസ്സെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ചിലപ്പോൾ അതൊരു 17 വയസ്സ് മുതൽ മുളച്ചു വരാൻ സാധ്യതയുള്ള പല്ല. 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ് ഈ പെർമനന്റ് ടീത്ത് വരേണ്ടത്. മനസ്സിലായി? അപ്പൊ ഇത്രയും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ നിറം, പല്ലിന്റെ നിറം എല്ലാവരുടെയും വിചാരം വെളുപ്പാണെന്നുള്ളത്. ശരിക്കും പല്ലിന്റെ നിറം വെളുപ്പല്ല. നമ്മൾ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആക്ച്വലി ഓഫ് വൈറ്റ് ആണ്, ഒരു ഇളം മഞ്ഞ നിറമാണ്. അല്ലെങ്കിൽ വെളുപ്പ് ഒന്ന് മുഷിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് യഥാർത്ഥ പല്ലിന്റെ നിറം. ഓഫ് വൈറ്റ് കളർ എന്നാണ് പറയുന്നത്. ഇനി യെല്ലോ ആണ് പല്ല് എങ്കിൽ നിങ്ങൾ മനസ്സിലാവും, ഒന്ന് പ്രായം കൂടുന്നതനുസരിച്ച് പല്ലിന്റെ ഈ നിറം അല്പം മങ്ങി വരും. ഇനി കോഫി കൂടുതൽ കുടിക്കുന്നവർ അല്ലെങ്കിൽ ചായ കൂടുതൽ കുടിക്കുന്നവരാണെങ്കിൽ മഞ്ഞ നിറമായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെ റെഡ് വൈൻ കൂടുതൽ കുടിക്കുന്നവരിലും ഈ പല്ലിന്റെ നിറം മഞ്ഞ നിറത്തിൽ കാണുന്നുള്ളതാണ്. ബ്രൗൺ കളറാണ് പല്ലിനെങ്കിൽ നിങ്ങൾ അയാൾക്ക്
സ്മോക്ക് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ടുബാക്കോ ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ കോഫി കൂടുതൽ കുടിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിക്കോണം. ഈ ബ്ലാക്ക് കളറാണ് പല്ലിനെങ്കിൽ പല്ല് ചത്ത പല്ലാണ്, ഡീക്കേഡ് ആയതാണ്, അല്ലെങ്കിൽ അത് കേടായ പല്ലാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത്രയും ബേസിക് ആയിട്ടുള്ളത്. ഇനി ഈ ഡെന്റിസ്റ്റുകളൊക്കെ പറയുന്ന 2 റൂളുണ്ട്. അതിൽ റൂൾ 2 222 എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. 222 എന്നാണ് പറയുന്നത്. അതായത് 2 പ്രാവശ്യം നിങ്ങൾ ബ്രഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്ന് രാവിലെ, പിന്നൊന്ന് വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ബ്രഷ് ചെയ്യണം. 2 മിനിറ്റെങ്കിലും നിങ്ങൾ ബ്രഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് 222-ല് 2 പ്രാവശ്യം ബ്രഷ് ചെയ്യണം, 2 മിനിറ്റ് ബ്രഷ് ചെയ്യണം. അതുപോലെ തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം ഡെന്റിസ്റ്റുകളെ കാണണമെന്നാണ്. അതായത് നിങ്ങളുടെ പല്ലിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടോ, അല്ലെങ്കിൽ മറ്റ് അലൈൻമെന്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് 2 പ്രാവശ്യമെങ്കിലും ഡെന്റിസ്റ്റുകളെ കാണണമെന്നും അങ്ങനെ ഒരു റൂള് പറയുന്നുണ്ട്. ഇനി റൂൾ ഓഫ് 7, അത് വേറൊരു ഈ ഡെന്റിസ്ട്രിയിൽ പറയുന്ന സാധാരണ പറയുന്ന ഒരു റൂളാണ്. റൂൾ ഓഫ് 7 എന്നാണ് റൂൾ ഓഫ് 7? അത് ഞാൻ ആദ്യം പറഞ്ഞു, 7ാമത്തെ വയസ്സിലാണ് പെർമനന്റ് ടീത്ത്, അല്ലെ? 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 6ാമത്തെ മാസം കഴിഞ്ഞിട്ട് 7ാമത്തെ മാസത്തിലാണ് ആദ്യത്തെ പല്ല് നമുക്ക് മുളയ്ക്കുന്നത്. ഇതെല്ലാം 7-നകത്ത് വരുന്നതാണ്, മനസ്സിലായില്ലേ? റൂൾ 7-നകത്ത് വരുന്നതാണ്. ഇനി 7 മിനിറ്റ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് 7 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കിയിരിക്കണം. 7 മിനിറ്റ് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നത് ഫെർമെന്റ് ചെയ്യുകയും പിന്നെ കേരീസ് വരാനുള്ള സാധ്യത കൂട്ടുന്നു എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? വായിലെ pH എപ്പോഴും 7 ആയിരിക്കണം. 7-ൽ താഴെയാണ് എങ്കിൽ അസിഡിറ്റി ആവും. അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല്ല് ഡീക്കേ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം pH 7, പെർമനന്റ് ടീത്ത് 7, ഫസ്റ്റ് ടീത്ത് 7, ഇതൊക്കെ ഈ കൊണ്ടാണ്. പിന്നെ 7 മിനിറ്റ്സിനുള്ളിൽ ബ്രഷ് ചെയ്യണം. ഇത്രയാണ് റൂൾ 7-നകത്ത് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റൂളുകളായത്. എല്ലാവരും കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല്ല് കുറച്ചു കാലം കൂടി കുഴപ്പമില്ലാതെ ഇരിക്കും എന്നുള്ളതാണ്. ഇനി ഡിലേഡ് ഡെന്റീഷനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. എന്തുകൊണ്ടാണ് പല്ല് വരാൻ താമസം വരുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്, അല്ലെ? പല്ല് വരാൻ മുളയ്ക്കുന്നത് താമസം. ഹോമിയോപ്പതിക്കാർക്ക് വളരെ എളുപ്പം മാനേജ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനുമാണ്. പല്ല് വരാൻ ഡിലേ വരുന്ന ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. ചിലപ്പോൾ ഫാമിലി ഹിസ്റ്ററി വളരെ ഈ ടീത്ത് വരുന്നത് വളരെ ഡിലേ ആയിട്ട് വരാനുള്ള സാധ്യതയുള്ള ചില ഫാമിലീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ 6ാമത്തെ മാസമോ 7ാമത്തെ മാസമോ പല്ല് വരണമെന്നില്ല, ചിലപ്പോൾ കുറച്ചുകൂടി ഡിലേ വന്നേക്കാം. പിന്നുള്ളത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ആഹാരം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്നുണ്ടെങ്കിലൊക്കെ പല്ല് വരാൻ സാധ്യത കുറവാണ്. ഡെഫിഷ്യൻസി അതിനകത്ത് വൈറ്റമിൻ ഡി വരും, വൈറ്റമിൻ എ വരുന്നുണ്ട്, വൈറ്റമിൻ സി വരുന്നുണ്ട്, ദെൻ കാൽസ്യം. ഇത്രയത്തിൻ്റെയും ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാലും പല്ല് മുളയ്ക്കാൻ താമസം വരും. പിന്നുള്ളത് തൈറോയ്ഡ് പ്രോബ്ലംസ് ആണ്. ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പോ പിറ്റ്യൂട്ടറിസവും ഹൈപ്പോ പിറ്റ്യൂട്ടറിസവും പല്ല് മുളയ്ക്കാൻ താമസം വരുത്തുന്ന 2 കണ്ടീഷൻസ് ആണ്. പിന്നെ പ്രിമച്വർ ബർത്ത്, ഇപ്പം 10 മാസം ആകുന്നതിന് മുമ്പ് ഡെലിവറി നടക്കുന്ന കുഞ്ഞുങ്ങളിലും ഈ ഡിലേഡ് ഡെന്റിഷൻ സർവ്വസാധാരണയാണ്. പിന്നെ നമുക്കറിയാം ഈ ജനറ്റിക് ഡിസോർഡർ, അതായത് ഡൗൺ സിൻഡ്രോത്തിലും പലപ്പോഴും കുട്ടികൾക്ക് പല്ല് വരാതിരിക്കുകയോ അല്ലെങ്കിൽ മുളയ്ക്കാൻ താമസം ഉണ്ടാകുകയും ചെയ്യും. ഇത്രയും കാരണങ്ങൾ പല്ല് ഡിലേ വരുന്നതിനുള്ള റീസൺസ് ആയിട്ട് നമ്മൾ സ്പോട്ട് ചെയ്യണം. ഇനി പ്രിവെൻഷൻ എങ്ങനെയാണ്? പല്ല് കേടാകാതെ നമുക്ക് എങ്ങനെ നോക്കാം? നമുക്ക് റൂൾ 2 പറഞ്ഞു, റൂൾ 7 പറഞ്ഞു. അപ്പോൾ റെഗുലർ ബ്രഷിങ് ആവശ്യമാണ്, അത് ഒരു കാരണം. പിന്നെ ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് വേറൊരു പറച്ചിൽ, മനസ്സിലായില്ലേ? ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ല് പെട്ടെന്ന് കേടാകില്ല എന്നാണ് റിസർച്ചുകൾ പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ ലോ ഷുഗർ, പഞ്ചസാരയുടെ അളവ് മാക്സിമം കുറയ്ക്കുക, ലോ ഷുഗർ ഡയറ്റ്, അത് പ്രത്യേകം ഓർത്തിരിക്കുന്നതാണ്. പിന്നെ എല്ലാ 6 മാസം കൂടുമ്പോഴും പല്ല് പിന്നെ ചെക്ക് ചെയ്യാതെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി നോക്കുകയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല്ലിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കും.
ഇനി നമുക്ക് എന്തൊക്കെ രോഗങ്ങളാണ് പല്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും ആദ്യമേ പറയുന്നത് ഡെന്റൽ കേരീസ് ആണ്. നമുക്കറിയാം പല്ല് ക്യാവിറ്റീസ് ഉണ്ടാകുക, പോട് വരിക എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഈ കാരീസ് വരുന്നത് എന്തുകൊണ്ടാ? ഏറ്റവും ഹാർഡ് പാർട്ട് ഞാൻ പറഞ്ഞു എനാമലാണ്. നമ്മൾ ഏറ്റവും പുറമേയുള്ള ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദ ടീത്ത് ഈസ് ദ എനാമൽ. ഈ ഇനാമലിന് കേടുവരുന്നെങ്കിൽ മാത്രമാണ് കേരീസ് ഉണ്ടാകുന്നത്. എനാമൽ പതുക്കെ കുറച്ച് എറോഡ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയിൽ പല്ലിന്റെ ഡെന്റിൻ പുറത്ത് വരികയും അല്ലെങ്കിൽ അതിന്റെ ബോൺ പോർഷനിലേക്ക് പിന്നെ ഒരു ചെറിയ ഹോള് വീഴുകയും അതുവഴി അതിന്റെ പൾപ്പിലേക്ക് ഇൻഫെക്ഷൻ പതുക്കെ ചൂർന്ന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് കേരീസ് ഉണ്ടാകുന്നത്. ഇവിടെ പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ് ആണ്. ഡെന്റിസ്റ്റിന് അടുത്ത് പോയി കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന അവർ ഈ വാർണിഷ് അല്ലെങ്കിൽ ജെല്ല്, ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ് എന്ന് അതിന് പറയുന്ന വാർണിഷ് അടിക്കുക അല്ലെങ്കിൽ ജെല്ല് പുരട്ടുക, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ആണെങ്കിൽ ഹൈ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റ് ഉപയോഗിക്കാൻ പറയും. അങ്ങനെയൊക്കെ നമുക്ക് ഇനാമലിനൊക്കെ ഒരു പരിധി വരെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫില്ലിങ്ങും ഒക്കെ ഉള്ളു, റൂട്ട് കനാല് അങ്ങനെയുള്ള, അല്ലെങ്കിൽ പിന്നെ ക്രൗൺ പിന്നെ പിടിപ്പിക്കുക, ഇതൊക്കെയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേരീസ് വന്നു കഴിഞ്ഞാലുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തഡ്. ഞാൻ ഹോമിയോപ്പതി പാർട്ടിലേക്ക് ഏറ്റവും അവസാനം വരാം. ഇനി അടുത്തതായിട്ട് പല്ല് പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്ന, അപ്പം ക്രാക്ഡ് ഓർ ഫ്രാക്ചേർഡ് ടൂത്ത് എന്നതിന് പറയുന്നത്. പല്ല് ഒടിഞ്ഞു പോകും. എപ്പോഴാണ് പല്ല് ഒടിയുന്നത്? ഒന്ന് പല്ല് കടിക്കുക, പല്ല് ആഞ്ഞ് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ പല്ല് ഒടിഞ്ഞു പോകും. ചിലപ്പോൾ അതുപോലെ ട്രോമ, എന്തെങ്കിലും തട്ടോ മുട്ടോ വീഴ്ചയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പല്ലൊടിയാൻ സാധ്യതയുണ്ട്. ഹാർഡായിട്ട് പിന്നെ ചൂയിങ്, നമ്മൾ ആഹാരം അരച്ച് കഴിക്കുമ്പോൾ ഭയങ്കര കട്ടിയിൽ അരച്ച് കഴിക്കുമ്പോഴും ചിലപ്പം പല്ല് പൊടിയാനും ഒടിയാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പല്ലാണെങ്കിൽ അത് വീക്കായിട്ടുള്ള പല്ലായിരിക്കും, അവിടെയും ചിലപ്പോൾ ആണെങ്കിൽ ഫില്ലിങ്സ് ഇളകി പല്ല് പൊടിയാനുള്ള സാധ്യത വരുന്നുണ്ട്. ഇവിടെ ചികിത്സ പറയുമ്പം ഡെന്റിസ്റ്റുകളെ സംബന്ധിച്ചോളം ഇങ്ങനെ പല്ല് ഒടിഞ്ഞു കഴിഞ്ഞാൽ ചില പല്ലുകൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പം ക്രൗൺ ട്രീറ്റ്മെന്റ് ആണ്, ക്രൗൺ ഇടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ആപ്സസ് ആണ്. പല്ലിന്റെ റൂട്ടിൽ പസ് കളക്ഷൻ വരിക. പസ് കളക്ഷൻ അത് അതിന്റെ റൂട്ടിലാണ് വരുന്നത്. അവിടെ പലപ്പോഴും അൺട്രീറ്റഡ് ക്യാവിറ്റി അല്ലെങ്കിൽ ഗം ഡിസീസ്, ഗംസിലൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരുന്ന സമയത്താണ് ഈ റൂട്ടിൽ പസ് കളക്ഷൻ വരുന്നത്. അവിടെ നമുക്കറിയാം ഇൻസിഷൻ എൻ്റർ ചെയ്ത് സാധാരണ രീതിയിൽ പസ് കളക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഹോമിയോപ്പതി മരുന്ന് ചിലപ്പം നമുക്ക് ചില മരുന്നുകളുണ്ട് പസ് അബ്സോർവ് ചെയ്ത് പോകാനുള്ളത്, അത് ഞാൻ അവസാനം പറയാം. പിന്നെ പല്ല് എടുത്ത് കളയുക എന്നുള്ളതാണ് മറ്റൊരു മെത്തേഡ്. ഇനി വളരെ കോമൺ ആയിട്ട് വരുന്ന വേറെ നാലാമത്തെ കണ്ടീഷനാണ് നമ്മുടെ ജിഞ്ചിവിറ്റിസ്. അപ്പം മോണവീക്കം എന്ന് പറയുന്നത് അല്ലേ, അത് ചെറിയൊരു വീക്കം ഉണ്ടാകുന്നു, അതിന് ബ്ലീഡിങ് ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു, അങ്ങനെ പിന്നെ പസ് കളക്ഷൻ വരും. അതാണ് ജിഞ്ചിവിറ്റിസ് എന്ന് പറഞ്ഞാൽ മോണവീക്കം എന്ന് പറയുന്നത്. പിന്നെ പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞ വേറൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഗം ഡിസീസ് ആണത്. ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ബോൺ ആൻഡ് ടിഷ്യൂസ് സപ്ലൈയിങ് ദ ടീത്ത്, പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയും. അത് ജിഞ്ചിവിറ്റിസും കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സ്റ്റേജാണ് ഈ പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ കണ്ടീഷൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. നമുക്കറിയാം ചൂട് പല്ലിലോട്ട് വെക്കാൻ പറ്റില്ല, തണുപ്പ് വെക്കാൻ പറ്റില്ല, ഈവൻ ഒന്ന് കാറ്റടിച്ചാൽ പോലും നമുക്ക് സെൻസിറ്റീവായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലേ. പെയിൻ, ചിലപ്പോൾ ചില മധുരം കഴിച്ചു കഴിഞ്ഞാൽ, തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൂട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ, കാറ്റടിച്ചു കഴിഞ്ഞാൽ, ഇനി അസിഡിക് ആയിട്ടുള്ള ചില ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ പല്ല് സെൻസിറ്റീവ് ആയിട്ടിരിക്കും, ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതിന്റെ കാരണം ഒന്ന് ഈ ഇനാമൽ പോകുന്ന ഒരവസ്ഥ, ലോസ് ഓഫ് ഇനാമലാണ്. പല്ല് ഒടിഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ പല്ല് ഡീക്കേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാവുന്നതാണ്. അടുത്ത കണ്ടീഷൻ ഇമ്പാക്റ്റഡ് ടീത്ത് ആണ്. നമുക്കറിയാം പല്ല് വരുന്നത് ഈ പ്രത്യേകിച്ചും വിസ്ഡം ടീത്ത്, ഈ 17 വയസ്സ് മുതൽ 21 വയസ്സ് വരുന്ന പല്ല് ചിലപ്പോൾ മുളയ്ക്കുന്നത് കാണൂല. നമുക്ക് അതിന്റെ തോന്നിയ പോലെ മുളയ്ക്കുമെന്ന് പറയും. ചിലപ്പോൾ അത് വരാതെ അവിടെ ചിലപ്പോൾ തന്നെ നിന്നിരിക്കും,
ചിലപ്പോൾ മുളയ്ക്കുന്നത് പുറകോട്ടായിരിക്കും, അകത്തോട്ടായിരിക്കും, ചിലപ്പം പിന്നെ സൈഡിലേക്കൊക്കെ മുളച്ചു വരും. അവിടെ ഇമ്പാക്റ്റഡ് ടീത്ത് എന്നാണ് പറയുന്നത്. അതൊരു കണ്ടീഷനാണ്. പിന്നെ കുട്ടികളൊക്കെ ഗ്രൈൻഡിങ് ടീത്ത്, നമ്മൾ ഹോമിയോപ്പതിക്കാർക്ക് ഏറ്റവും പിന്നെ ഉപകാരപ്രദമായിട്ടുള്ളതും എപ്പോഴും ഓഫൺ പറയുന്നതാണ് ഈ ഗ്രൈൻഡിങ് ഓഫ് ടീത്ത്. എപ്പോഴാണ് ഈ ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് വരുന്നത്? നമുക്ക് ദേഷ്യം വരുമ്പോഴാണ് പല്ല് ഞരമ്പുന്നത്, അല്ലേ? അപ്പൊ പല്ല് വരുന്നതും ദേഷ്യം വരുമ്പോൾ മാത്രമേ, വേം ട്രബിൾ വരുമ്പോൾ സാധാരണ കുട്ടികൾ പല്ല് ഞരമ്പോ എന്ന് പറയും. കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിലും ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, ഈവൻ പിന്നെ മാഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി വന്നാൽ പോലും ഈ ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് വരും. ചില സിറ്റുവേഷൻസിൽ ലിക്കർ കൂടുതൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും പല്ല് ഞരമ്പുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായി? അപ്പം സ്ട്രെസ് ഒരു കാരണമാണ്, ആങ്സൈറ്റി വേറൊരു കാരണമാണ്. ചിലപ്പം ഉറക്കക്കുറവുള്ളവര്, സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉള്ളവർക്കും ഈ ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് വരും. അപ്പം ആൽക്കഹോൾ ഒരു കാരണമാണ്, മാഗ്നീഷ്യം ഡെഫിഷ്യൻസി ഒരു കാരണമാണ്, വേം ട്രബിള് ഒരു റീസൺ ആണ് ഗ്രൈൻഡിങ് ഓഫ് ടീത്ത്. മനസ്സിലായേ? ഇനി 11ാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് ഡിസോർഡേഴ്സ്. അതും പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു കണ്ടീഷനായിട്ട് തന്നെയാണ്. നമുക്കറിയാം, ഈ അപ്പർ പിന്നെ ജോയും ലോവർ ജോയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്കള്ളും ലോവർ ജോയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജോയിന്റ് ആണ് ഈ ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ്. പലപ്പോഴും ആർത്രൈറ്റിസ് ഒരു കാരണം, ഈ ജോയിന്റ്സിനൊക്കെ വീക്കം വരുന്നു, അല്ലെങ്കിൽ ഈ ജോയില് ചില ഇഞ്ചുറീസ്, സ്ട്രെസ്, ഇതിനൊക്കെ ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഒരു പയ്യൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഈ ജോയിന്റ് മാറിപ്പോയി, വാ തുറന്നു തന്നെ ഇരുന്നു. അങ്ങനെ റെയിൽവേയിൽ നിന്ന് ഒരു ഡെന്റിസ്റ്റ് വന്ന് അത് പിടിച്ച് ഇടുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു. മനസ്സിലായില്ലേ? അതെല്ലാവരും ഒന്ന് കണ്ടിരിക്കണം. ഇപ്പം വൺസ് ഇൻ എ വൈൽ അങ്ങനെ ഒരു കണ്ടീഷൻ, ഇപ്പൊ എൻ്റെ ഈ പ്രായത്തിനിടയിൽ ആദ്യമായിട്ട് ഒരു കണ്ടീഷൻ അങ്ങനെ കാണുന്നത്. ഈ സാധാരണ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, അല്ലെ? അല്ലെങ്കിൽ മറ്റ് ജോയിന്റ്സ് ഒക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഈ ജോ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ആ ഒരു കണ്ടീഷൻ കാണാം. എന്നിട്ട് ആ ഡെന്റിസ്റ്റ് വന്നിട്ട് അത് പിടിച്ചിടുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അദ്ദേഹം നിമിഷ നേരം കൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ ജോയിന്റ് പലപ്പോഴും നമുക്ക് ഈ ജോയിന്റിൽ വേദന വന്നു കഴിഞ്ഞാൽ ചെവിവേദനയാണോ പല്ലുവേദനയാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് അത്ര കണ്ട് പിന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പ്രയാസമുള്ള ഒരു കണ്ടീഷനാണ് ഈ ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് ഡിസോർഡർ, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഓഫ് ദാറ്റ് TMJ ജോയിന്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ആപ്റ്റസ് അൾസേഴ്സ് ആണ്. അടുത്ത കണ്ടീഷനാണ്. നമുക്ക് വായിക്കകത്ത് പിന്നെ അൾസറുകൾ ഉണ്ടാകുന്നു. അതും സ്ട്രെസ് ഒരു കാരണം, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇഞ്ചുറി, കൂടുതൽ അസിഡിക് ആയിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, പദാർത്ഥങ്ങൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആപ്റ്റസ് അൾസേഴ്സ് വരും. ഓറൽ ത്രഷ്, നമ്മൾ കാൻഡിഡിയാസിസ്, നമുക്കൊരു വെളുത്ത പൂപ്പ് വായിക്കകത്ത് നിറയെ വരുന്നത് വേറൊരു കണ്ടീഷനാണ്. അതും ഈ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷനാണ്. ഒരു വെള്ളപ്പാട ഉണ്ടാകുന്നു. അവസാനമായിട്ട് നമ്മൾ പറയുന്നതാണ് ഓറൽ ക്യാൻസറുകൾ. അപ്പം ഓറൽ ക്യാൻസേഴ്സ് നമുക്കറിയാം, കൂടുതൽ പുക വലിക്കുന്നവരിൽ, അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്ന വീട്ടിൽ ചൂയിങ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പം കിട്ടുന്ന മരിജുവാൻ, അങ്ങനെയൊക്കെയുള്ള പല പല സാധനങ്ങൾ നാക്കിലടി വെക്കാനും ചുണ്ടിനിടെ വെക്കുന്നൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഓറൽ ക്യാൻസേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും ബേസിക് ആയിട്ട് ഏതാണ്ട് 14ഓളം കണ്ടീഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ പല്ലും വായുവായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത്രയും അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഒരു പല്ല് ചികിത്സിക്കാൻ വേണ്ടി ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആണെങ്കിലും ഇത്രയും ഒരു അവയർനെസ്സും നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് പല്ലും ചെവിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ വില്ലൻ. ആ ജോയിന്റിൽ വീക്കം വന്നു കഴിഞ്ഞാൽ ചെവിവേദനയാണോ പല്ലുവേദനയാണോ നമുക്ക് അറിയാൻ പറ്റില്ല. അതിൽ പിന്നെ 5ാമത്തെ നമുക്കറിയാം ട്രൈജിമിനൽ നെർവ് എന്ന് പറയുന്ന 5ാമത്തെ ക്രേനിയൽ നെർവ്, അല്ലെ? ട്രൈജിമിനൽ നെർവ്. ആ നെർവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും വേദനകൾ വരുന്നത്. ഈ ട്രൈജിമിനൽ നെർവിന്റെ സപ്ലൈ എന്ന് പറയുന്നത് കണ്ണിലേക്ക് പോകുന്നുണ്ട്, അപ്പർ ജോ വരുന്നുണ്ട്, ലോവർ ജോ വരുന്നുണ്ട്, പിന്നെ നാക്കിന്റെ മസിൽസും ഒക്കെ വരുന്നുണ്ട്. ചൂയിങ്ങിനെ സഹായിക്കുന്ന മസിൽസിനെയൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ ട്രൈജിമിനൽ നെർവാണ്. ഈ ട്രൈജിമിനൽ നെർവിൽ നമ്മൾ ടിക് ഡോളറോ അല്ലെങ്കിൽ ന്യൂറാൾജിയ, പലപ്പോഴും
പിന്നെ ഫേഷ്യൽ ന്യൂറാൽജിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു വശത്ത് മാത്രം വേദന വരുന്ന കണ്ടീഷനാണ്. അത് ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. മനസ്സിലായി? ഫിഫ്ത്ത് ക്രേനിയൽ നെർവ്, ഈ ഗ്ലോസോഫാരിഞ്ചൽ നെർവ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പല്ലുവേദനയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നരമ്പുകളാണ് ഇതെല്ലാം. ഇനി യൂസ്റ്റേഷ്യൻ ട്യൂബ്, ചെവിക്കകത്തുള്ള യൂസ്റ്റേഷ്യൻ ട്യൂബും ആയിട്ട് ബന്ധപ്പെട്ടിട്ടും പലപ്പോഴും പല്ലുവേദന നമ്മൾ മിസ്ലീഡ് ചെയ്യാറുണ്ട്. നമ്മൾ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ചെവിക്കകത്തുള്ള വേദന പല്ലുവേദനയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പല്ലുവേദന ഈ ചെവിവേദനയാണെന്നും തെറ്റിദ്ധരിക്കാറുണ്ട്. അതും ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് പിന്നെ ഇന്നർ ഇയറും അല്ലെങ്കിൽ മിഡിൽ ഇയറുമായിട്ടുള്ള ഒരു ബന്ധമാണ് അവിടെ പലപ്പോഴും നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ സൈനസ്, നമുക്കറിയാം ഇൻസിസസ് കഴിഞ്ഞാൽ ഈ പ്രീമൊളാസും മൊളാസും, ഈ പ്രീമൊളാസിന്റെയും മൊളാസിന്റെയും ബേസ് എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മുടെ ഈ മാക്സിലറി സൈനസ് ആണ്. മാക്സിലറി സൈനസ് ദ ബിഗസ്റ്റ് സൈനസ്, നമ്മുടെ തലയോട്ടിയിലെ ഏറ്റവും വലിയ സൈനസ് ആണ് മാക്സിലറി സൈനസ് എന്ന് പറഞ്ഞത്. ഈ മാക്സിലറി സൈനസിന്റെ അവിടുന്നാണ് ഈ പ്രീമൊളാസും മൊളാസും ഇറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പല്ല് രണ്ടും മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കുക. എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ അതിന്റെ ബേസ്, ഈ പിന്നെ സൈനസിന്റെ ബേസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ എപ്പോഴും നിരന്തരം സൈനസൈറ്റിസ് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രീമൊളാസും മൊളാസും മാക്സിമം റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ എടുക്കുകയാണെന്നെങ്കിൽ അത്ര കണ്ട് കോഷ്യസ് ആയിട്ട് മാത്രമേ അത് എടുക്കാൻ ശ്രമിക്കാവൂ. ഇനി പല്ലും കണ്ണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കാരണം ഈ ഞാൻ പറഞ്ഞു ട്രൈജിമിനൽ നെർവ്, ഈ ഫിഫ്ത്ത് ക്രേനിയൽ നെർവിന്റെ ഒരു ബ്രാഞ്ച് ഈ ഒപ്താൽമിക് ബ്രാഞ്ചാണ്, കണ്ണിലേക്കുള്ള ബ്രാഞ്ചാണ്. അപ്പം അത് തന്നെയാണ് ഈ ട്രൈജിമിനൽ നെർവിനകത്തു നിന്നാണ് പറഞ്ഞു മാക്സിലറി ബ്രാഞ്ച് വരുന്നുണ്ട്, മാൻഡിബുലർ ബ്രാഞ്ച് വരുന്നുണ്ട്. ഈ ഒപ്താൽമിക് ബ്രാഞ്ച് പിന്നെ പല്ലുമായിട്ട് ബന്ധപ്പെട്ടായി ട്രൈജിമിനൽ നെർവ് ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആണെങ്കിൽ അത് കണ്ണിലുള്ള വേദനയായിട്ട് വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ നെർവ് ട്രൈജിമിനൽ നെർവിൽ നിന്ന് പിന്നെ ഒരു ബ്രാഞ്ച് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നത്. ഇനി മൈഗ്രെയിൻ, ചിലപ്പം ചില സിറ്റുവേഷൻസിൽ മൈഗ്രെയിൻ മാനേജ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചില ഡെന്റിസ്റ്റുകൾക്ക് മാത്രമേ സാധിക്കൂ. കാരണം നമ്മൾ ഈ 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ വരുന്ന ഈ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ അഡൽട്ട് ആയതിനു ശേഷം വരുന്ന വിവേകപ്പല്ലുണ്ടല്ലോ, വിവേകപ്പല്ല്, വിസ്ഡം ടീത്ത്, വിവേകപ്പല്ലെന്ന് പറയുന്നത്. ഈ പല്ല് മുളയ്ക്കുന്നത് ചിലപ്പം സൈഡിലേക്കായി പോയെങ്കിൽ ചിലപ്പോൾ ഈ ട്രൈജിമിനൽ നെർവിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിലായിരിക്കും ചെന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നിരന്തരം അവർക്ക് പിന്നെ ഹെഡേക്ക് ആയിരിക്കും. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വൺ സൈഡഡ് ഹെഡേക്ക് ആണല്ലോ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. പല്ല് ആക്ച്വലി ഈ ട്രൈജിമിനൽ നെർവില് ഈ വിസ്ഡം ടീത്ത് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, അതിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ വന്ന് ടച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം വേദന വരുന്നത്. അപ്പം അത് എത്ര ന്യൂറോളജിസ്റ്റ് കണ്ടു കഴിഞ്ഞാലും ആ പല്ലുവേദന മാറില്ല, അല്ലെങ്കിൽ ഈ മൈഗ്രെയിൻ മാറില്ല. അവര് ഏറ്റവും അവസാനം ഏതെങ്കിലും കാരണവശാൽ റെഫർ ചെയ്ത് ഡെന്റിസ്റ്റിന് അടുത്ത് വന്ന് ഡെന്റിസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. കാരണം ഈ വിസ്ഡം ടീത്ത് വന്നിട്ടില്ല എന്നും വിസ്ഡം ടീത്ത് മുളച്ചിരിക്കുന്നത് സൈഡിലേക്കാണെന്നും അത് അകത്തേക്ക് പോയിട്ട് ഏതെങ്കിലും നെർവില് അത് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ആ പല്ല് എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ഈ മൈഗ്രെയിൻ കുറയത്തുള്ളൂ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വിസ്ഡം ടീത്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ എല്ലാ മൈഗ്രെയിൻകാരെയും നിങ്ങൾ പരിശോധിച്ച് നോക്കണം. വിസ്ഡം ടീത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ വരുത്താൻ വേണ്ടിയുള്ള പരിശോധന നടത്തുക, അതല്ലെങ്കിൽ അത് എടുത്തു കളയാൻ വേണ്ടിയുള്ള മാർഗം നോക്കുക. അത്രയുമാണ് നമ്മുടെ പിന്നെ ഈ ടീത്ത് ആൻഡ് മൈഗ്രെയിൻ അതിനെ കുറിച്ച് പറയുന്നത്, ഇമ്പാക്റ്റഡ് ടീത്ത്. ഇനി ഏതൊക്കെ വൈറ്റമിൻസ്, നമുക്കറിയാം പിന്നെ പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ വിറ്റാമിനുകളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് വൈറ്റമിൻ സി, വളരെ ജിഞ്ചിവിറ്റിസിനൊരു പ്രധാന കാരണമാണെന്ന് പറഞ്ഞു വൈറ്റമിൻ സിയുടെ കുറവ് വരുന്നത്. സ്കർവി എന്ന് പറയുന്ന രോഗം പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ട്. അത് വൈറ്റമിൻ സി ഈസ് എസെൻഷ്യൽ ടു പ്രൊഡ്യൂസ് ദ കൊളേജൻ. കാരണം അതൊരു ഗമ്മിനെ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ്, സ്ട്രക്ചറൽ പ്രോട്ടീനാണ്. അപ്പോൾ ഈ കൊളേജൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി അനിവാര്യമാണ്. മനസ്സിലായില്ലേ?
അതിൽ നമ്മൾക്ക് കൂടുതൽ പഴങ്ങൾ, പ്രത്യേകിച്ചും പുളിപ്പുള്ള പഴങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ് കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുക. ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ, സ്ട്രോബെറി, ഇങ്ങനെയൊക്കെയുള്ളത്, കിവി ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി നമുക്ക് പരിഹരിക്കാൻ പറ്റും. വൈറ്റമിൻ ഡി ആണ് അടുത്ത ഒരു വൈറ്റമിൻ ഈ ഗംസും ടീത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ കാൽസ്യം മെറ്റബോളിസത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വിറ്റാമിനാണ് വൈറ്റമിൻ ഡി. അപ്പോൾ അതിൻ്റെ അബ്സോർഷന് ഇത് അനിവാര്യമാണ്. അങ്ങനെ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ബോൺ ഫോർമേഷൻ കുറയുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പല്ല് മുളയ്ക്കാൻ താമസം വരും. പല്ലിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ചിലപ്പം അതിൻ്റെ ഡെൻസിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ ഡെൻസിറ്റി കുറയും. അത് ഒരു കാരണം. അത് ഈ പറഞ്ഞാൽ നമുക്കറിയാം സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. അൾട്രാ വയലറ്റ് റേസ് ആണ്. കഴിയുന്നത്ര കുറച്ച് സമയം ഡെയിലി വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പിന്നെ മീൻ, പ്രത്യേകിച്ചും അയല, മത്തി, ഇതിലൊക്കെയാണ്, ചാളയ്ക്കകത്തൊക്കെയാണ് കൂടുതൽ ഈ വൈറ്റമിൻ ഡി കിട്ടുന്നത്. അങ്ങനെയുള്ള മീനുകൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പാല് കുടിക്കുന്നതും നല്ലതാണ്. ഡയറി പ്രൊഡക്ട്സിനകത്തൊക്കെ വൈറ്റമിൻ ഡി കുറെ കിട്ടും. അപ്പോൾ അത് പിന്നെ എഗ്ഗിന്റെ യോക്ക്, അതിനകത്തൊന്നും ഈ പറഞ്ഞ വൈറ്റമിൻ ഡി കിട്ടാൻ കുറച്ചെങ്കിലും കിട്ടുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. അത് കൂടുതൽ എടുക്കാൻ വേണ്ടി നോക്കുക, വെയിൽ കൊള്ളാൻ പറ്റാത്ത ആൾക്കാർ. അടുത്ത വൈറ്റമിൻ ബി ആണ്. നമുക്കറിയാം തവിട് കാരണം ധാന്യങ്ങൾ ഫുൾ ഗ്രെയിനകത്തുനിന്ന് കിട്ടുന്നതാണ്. അത് മൗത്ത് അൾസേഴ്സ് വരും. വൈറ്റമിൻ ഡി ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുമ്പം മൗത്ത് അൾസേഴ്സിന് കൂടുതൽ സാധ്യതയുണ്ട്. അതുമ്പം ഹാലിറ്റോസിസ് വരാം, അതായത് വാനാറ്റം ഉണ്ടാകാം. അതുപോലെ ഗ്ലോസൈറ്റിസ്, ഈ നാക്കിന് വീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ ബിയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ അത് ഹോൾ ഗ്രെയിൻ കുറച്ചൊക്കെ മീറ്റിനകത്തും എഗ്ഗിനകത്തുനിന്നും കിട്ടും. പക്ഷെ തവിടുള്ള ആഹാരം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇനി ഏതൊക്കെ ഹോർമോണുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹോർമോൺസിന്റെ കാര്യം പറയുമ്പം ഈ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഹോർമോണാണ് പെട്ടെന്ന് എല്ലാവർക്കും ഒരു ചിന്ത വരും, പല്ലുമായിട്ട് ബന്ധപ്പെട്ട് വല്ല ഹോർമോൺ ഉണ്ടോന്നല്ലേ? യെസ്, തീർച്ചയായിട്ടും നമ്മുടെ ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണുമാണ് അതിനകത്തുള്ള വില്ലന്മാര്. കാരണം ദിസ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ ഇൻക്രീസ് ദ ബ്ലഡ് ഫ്ലോ ടു ദ ഗംസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടണമെങ്കിൽ ഈ ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും വേണം. അപ്പം ഇതിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ബോൺ ഡെൻസിറ്റി കുറയും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സലൈവയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, കാരണം സലൈവ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡ്രൈ മൗത്ത്, ഉണങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ പെട്ടെന്ന്, കാരണം ഈ ഉമിനീര് ഇങ്ങനെ വന്ന് നമ്മൾ ഇങ്ങനെ എപ്പോഴും കഴുകി വാഷ് ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അവിടെ ഈ സലൈവയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഡ്രൈ മൗത്ത് വരും, ഉടനെ തന്നെ ബാക്ടീരിയ ഇൻഫെക്ഷൻ വരും. അപ്പൊ ഇതെല്ലാം ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും വളരെ അനിവാര്യമായിട്ടുള്ള രണ്ട് ഹോർമോണുകളാണ്. ഇത്രയുമാണ് ഈ പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ അകത്തൊരു ഹോമിയോപ്പതി പാർട്ടുണ്ട്. ആ ഹോമിയോപ്പതി പാർട്ടും അതുപോലെ ഇനി മറ്റ് ഏതൊക്കെ രോഗങ്ങൾ, അപ്പം പല്ലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഹോമിയോപ്പതി പാർട്ടിലേക്ക് വരാം. ഏതൊക്കെ സിസ്റ്റമിക് ഡിസീസുകളാണ് പല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ അവയവങ്ങളെയും എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ്. അതിൽ ഈ ഗം ഡിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റിക് ആയിട്ടുള്ള ക്രോണിക് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പല്ല് ലൂസായിട്ടിരിക്കും, കാരണം അവർക്ക് ജിഞ്ചിവിറ്റീസ് വന്നിട്ട് മോണവീക്കം വന്നിട്ട് പല്ല് ലൂസായി പോകുന്നതാണ്. അപ്പം ഗം ഡിസീസ് വരും. അതുപോലെ വൂണ്ട്, അവർക്ക് പല്ലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ താമസം ഉണ്ടാവും. ഡ്രൈ മൗത്ത്, അതായത് സെറസ്റ്റോമിയ എന്ന് പറയുന്ന ഡ്രൈ മൗത്ത് ഉണ്ടാകും. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ, വായിക്കകത്ത് ഇൻഫെക്ഷൻ, ഏത് തരം ഇൻഫെക്ഷനും വരാനുള്ള സാധ്യത കൂടുതൽ ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് പോകണം പല്ല് സംരക്ഷിക്കണമെങ്കിൽ. പിന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ജോഗ്രൻസ് സിൻഡ്രോം, നമ്മുടെ ഉമിനീര് ഗ്രന്ഥിയെ ബാധിക്കുന്ന, അതല്ലെങ്കിൽ ടിയർ ഗ്ലാൻഡ്സ്, നമ്മുടെ പിന്നെ കണ്ണുനീര് വരുന്ന ഗ്രന്ഥി, ടിയർ ഗ്ലാൻഡിനെയും ഉമിനീര് ഗ്രന്ഥിയെയും ബാധിക്കുന്ന ചില ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ. അതിൽ ജോഗ്രൻസ് സിൻഡ്രോം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ SLEയും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും മറ്റ് 2 കണ്ടീഷൻസ് ആണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും ഈ ജോഗ്രൻസ് സിൻഡ്രോം, SLE ആൻഡ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പലപ്പോഴും മോണെ അല്ലെങ്കിൽ പല്ലിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളാണ്. ഇനി ജേഡ്,
നമുക്കറിയാം ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. ഈ അസിഡിറ്റി എന്ന് പറയുന്നത് ആമാശയത്തിൽ നിന്ന് ഇസോഫാഗസ് വഴി ഇങ്ങ് വായിലേക്കാണ് ഏപ്പക്കവും പുളിച്ചുകെട്ടലും ഒക്കെ വരുന്നത്. അത് നേരെ പല്ലിലേക്കാണ് ഈ അസിഡിക് ഗ്യാസ് അല്ലെങ്കിൽ ആ അമ്ലം വന്നിട്ട് പല്ലില് അതിന്റെ അസിഡിറ്റി കൂട്ടുകയും അങ്ങനെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. അപ്പൊ ജേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ലിന് കേടുവരാൻ സാധ്യത വളരെ കൂടുതലാണ് അസിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഓസ്റ്റിയോപോറോസിസ് ഓൾറെഡി ഈ വൈറ്റമിൻ ഡിയും കാൽസ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാണ്. ദെൻ അയട്രോജനിക്കില് മെഡിസിൻസ്, ഹാർട്ട് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ പല്ല് കുഴപ്പമുണ്ടാകും. മറ്റ് സിസ്റ്റമിക് ഡിസീസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഈ മരുന്ന് പലപ്പോഴും പല്ലിനെ ബാധിക്കുന്നതായിട്ട് നമുക്ക് മഞ്ഞ നിറം വരും. ഈ ചില പോയിസണിങ്, ലെഡ് പോയിസണിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പല്ലില് പച്ച നിറത്തിലുള്ള ലൈൻസ് വരാറുണ്ട് അല്ലെ, പോയിസണിങ് എഫക്റ്റില്. അപ്പൊ ഇതൊക്കെയാണ് മറ്റു രോഗങ്ങൾ. ഇനി എപ്പോഴാണ് നിങ്ങൾ ഒരു ഡെന്റിസ്റ്റിനെ കാണുന്നത്? എല്ലാ പല്ലിന് കേടുകം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോമിയോപ്പതിക്ക് വന്നു ഇനി വന്നേരെന്ന് ആരും പറഞ്ഞേക്കില്ല. കാരണം ഡെന്റിസ്റ്റുകളെ കാണേണ്ട കണ്ടീഷൻസ്, നിങ്ങൾക്ക് പല്ല് സൗന്ദര്യവൽക്കരണം നടത്തണമെങ്കിൽ നിങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് തന്നെ പോകണം. സുന്ദര പല്ല് ആക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടുള്ളതാണ്. ഇനി ഒരു ഫില്ലിംഗ് നടത്തണം, നിങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണം. ഇനി ക്രൗൺ ഇടണം, ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണം. റൂട്ട് കനാല് ചെയ്യണം, ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണം അല്ലെ. എല്ലാ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിനും സുന്ദരി ആകണമെങ്കിൽ പല്ല് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയെങ്കിൽ മാത്രമേ സുന്ദരി ആകാൻ പറ്റൂ. അതായത് ഹോമിയോപ്പതിക്കാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. ഇനി ഒരു പല്ല് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു ഡെന്റൽ സർജന്റെ അടുത്ത് തന്നെ പോകണം. ഇനി ഒന്ന് പല്ലൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിലും അവരുടെ സഹായം തേടിയേ പറ്റൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഹോമിയോപ്പതിയിലേക്ക് നമുക്ക് വരാം. ഹോമിയോപ്പതി പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എൻ്റെ അനുഭവത്തിൽ കുറെ അധികം കണ്ടീഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാനേജ് ചെയ്യാൻ പറ്റാതെ വന്ന കണ്ടീഷൻസും ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹാലിറ്റോസിസ്, വായ്നാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ഹാലിറ്റോസിസ്. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കലൻഡുല ടിഞ്ചർ മൗത്ത് വാഷ് ആയിട്ട് നിങ്ങൾ കൊടുത്തു നോക്കിക്കോ. ഒരു ഇൻഫെക്ഷനും വായിലാത്തുണ്ടാവില്ല. കാരണം വൈകുന്നേരം ഒരു 8 തുള്ളി അല്ലെങ്കിൽ 10 തുള്ളി വളരെ മിനിമം വെള്ളത്തിനകത്ത് കലൻഡുല ടിഞ്ചർ വായിക്കൊണ്ടിട്ടൊന്ന് കിടക്കാൻ പറഞ്ഞു നോക്കി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഷ് ചെയ്യേണ്ടതായിട്ട് പോലും വരില്ല. ഞാൻ ബ്രഷ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അത്ര കണ്ട് ബാക്ടീരിയ ആക്ഷൻ ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് ഈ കലൻഡുല. അപ്പം അത് ഹാലിറ്റോസിസിന് ഒന്നാന്തരം മെഡിസിനാണ്. പിന്നെ ഡിലേഡ് ഡെന്റിഷൻ, നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിലേഡ് ഡെന്റിഷൻ എപ്പോഴും കൽക്കേരിയ ഫോസ് ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ്. കൽക്കേരിയ ഫോസ് 6X. അത് പിന്നെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സിറപ്പ് രൂപത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് പിന്നെ ടാബ്ലറ്റ്, നമ്മുടെ ചില ടാബ്ലറ്റ് വെള്ളത്തിനകത്ത് ലയിക്കാനൊക്കെ പ്രയാസമാണ്. അപ്പൊ പിന്നെ പൊടിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. സിറപ്പ് രൂപത്തിൽ വാങ്ങിച്ചു കൊടുത്തു നോക്കിക്കോ. ഒരുമാതിരിപ്പെട്ട പല്ലുകളൊക്കെ ഇപ്പൊ ഈ 6 മാസമായിട്ട് 7 മാസമായിട്ട് പല്ല് മുളയ്ക്കുന്നില്ലെങ്കിൽ സ്റ്റാർട്ട് കൽക്കേരിയ ഫോസ്. അതുപോലെ ചില സിറ്റുവേഷൻസ് കമമില്ല ആവശ്യമായിട്ട് വരും, ചിലപ്പം മെർസോളോ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉപയോഗിക്കാം. ഇമ്പാക്റ്റഡ് വിസ്ഡം ടീത്ത് ഓൾറെഡി പറഞ്ഞു, പല്ല് മുളയ്ക്കാൻ താമസമാണെങ്കിലും 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ടും പല്ല് മുളച്ചു വരും. ഒരു സർജറിയും കാണേണ്ടി വരില്ല. കൽക്കേരിയ ഫോസ് 6X കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടൻസി ആയിട്ടും കൊടുക്കാം, ബൈക്കമിക്കായിട്ടും കൊടുക്കാം. കൽക്കേരിയ ഫോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിസ്ഡം ടീത്ത് പെട്ടെന്ന് ചാടി വരും, ഉറപ്പാണ്. ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് എല്ലാവർക്കും അറിയാം, സിനയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി എക്സ്ട്രാക്ഷൻ, പല്ല് പറിക്കാനായിട്ട് ആരെങ്കിലും പോകുന്നെങ്കിൽ നിങ്ങൾ ബിഫോർ എക്സ്ട്രാക്ഷൻ പല്ല് പറിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് പേടി, ഭയമുണ്ടാകും. അതുപോലെ അപ്പോൾ അങ്ങനെ വരുമ്പം ആങ്സൈറ്റി ഉണ്ടാവും. അവിടെ ആർണിക്ക, ജെൽസ്യൂമിയം, ആർണിക്ക ഹൈപ്പൊട്ടൻസി കൊടുത്തു വിടുക. അതുപോലെ തന്നെ ജെൽസ്യൂമിയം വളരെ ഇമ്പോർട്ടൻ്റ്. ആങ്സൈറ്റി, ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇനി പല്ല് പറിച്ചതിന് ശേഷമാണെങ്കിൽ ഇപ്പം വേദന കുറയ്ക്കാനായിട്ട് സ്റ്റാഫിസാഗ്രിയ, ഹൈപ്പരിക്ക, കാരണം ഈ നരമ്പുകളൊക്കെ പൊട്ടിയാ വരുന്നെങ്കിൽ ഹൈപ്പരിക്ക ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാഫിസാഗ്രിയ ഹൈപ്പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏത് പിന്നെ ഡെന്റിസ്റ്റിനെ കണ്ടതിന് ശേഷം വരുന്ന കംപ്ലയിൻസ് പൂർണ്ണമായിട്ട് മാറ്റാൻ സഹായിക്കുന്ന 2 മരുന്നുകളാണ്. ഈ നെർവ് ഇഞ്ചുറി ഓൾറെഡി പറഞ്ഞു, സ്റ്റാഫിസാഗ്രിയാണ്. കേരീസ് വന്നു കഴിഞ്ഞാൽ പ്ലന്റഗോ ടിഞ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം എല്ലാ വീടുകളിലും, ഞാൻ പറയുന്നത് മുഴുവൻ ഹോമിയോപ്പതി ഡോക്ടർമാരും
നമ്മുടെ മുഴുവൻ പേഷ്യൻസിന് ഈ കലൻഡുല ടിഞ്ചറും പ്ലാന്റക ടിഞ്ചറും ഒക്കെ 1 ounce കൊടുത്തങ്ങ് വിട്ടേക്കണം, ഫ്രീ ആയിട്ട് കൊടുത്തേരെ. അവരൊന്നും ഒരിക്കലും അത് നിങ്ങൾക്കൊരു നഷ്ടമാകത്തില്ല. കാരണം ഒരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റക ടിഞ്ചറും മുക്കി ആ കേരീസിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 99% പല്ലുവേദനയും കുറയും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം അതൊരു ശീലമാക്കിക്കണം. നമ്മുടെ അടുത്ത് വരുന്ന മുഴുവൻ പേഷ്യൻസിനും ഇത് കൊടുത്ത് അതൊരു ശീലമായി കഴിഞ്ഞാൽ അവരെല്ലാം സ്ഥിരം നമ്മളെ കാണാൻ വരുന്ന രോഗികളായിട്ട് മാറും എന്നുള്ളത്. കാരണം അവിടുത്തെ ഹോൾ ഫാമിലിയാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഒരാൾക്ക് കൊടുത്തു വിടുമ്പോഴത്തേക്ക് മക്കൾക്കും കൊച്ചുമക്കൾക്കും അപ്പൂപ്പനും ഒക്കെ ഇത് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാകുകയാണ്. അവരുടെ അനുഭവമാണ്. മനസ്സിലായില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ആ കൂട്ടത്തിൽ പ്ലാന്റകയുടെ കൂട്ടത്തിൽ നമുക്കറിയാം കമമില്ല കൊടുക്കും, മെർസോൾ കൊടുക്കും, മാക്ഫോസ് കൊടുക്കും, കോഫിയ കൊടുക്കും, ഈവൻ ക്രിയോസോട്ട് പോലും പലപ്പോഴും പല്ലുവേദനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇനി ഡെന്റൽ അബ്സസാ വരുന്നെങ്കിൽ അറിയാം സൈലീഷ്യ, ഹെപ്പർസെൽഫ്, മെർസോള്, മിരിസ്റ്റിക്ക സെബിവർ ചില അവസരത്തിൽ പ്രയോജനപ്പെടാറുണ്ട്. ജിഞ്ചിവിറ്റിസും പറയാൻ എല്ലാവർക്കും അറിയാം മെർസോളാണ്. അല്ലെങ്കിൽ കാർബോവെജ്, ഫോസ്ഫറസ്, ലാക്ടോസിസ് ഇതൊക്കെ ജിഞ്ചിവിറ്റിസിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. സെൻസിറ്റീവ് പല്ല് പുളിപ്പാണെങ്കിൽ വീണ്ടും പ്ലാന്റകോ വരുന്നുണ്ട്, ഹൈപ്പരിക്കം വരുന്നുണ്ട്. പല്ല് പുളിപ്പിന് ഹൈപ്പരിക്കം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി പല്ലിന്റെ ജോ ബോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നുണ്ട് ഹെക്കലാലാവ. ഹെക്കലാലാവയുടെ ഒരു പേസ്റ്റ് തന്നെയുണ്ട്. കാരണം ഈ ജോ ബോൺസിൽ ഏറ്റവും കൂടുതൽ ആക്ഷനുള്ള ഒരു മരുന്നാണ് ഈ ലാവയിൽ നിന്നുണ്ടാക്കുന്ന ഹെക്കലാലാവ. അപ്പോൾ കൽക്കേരിയ ഫോസും കൽക്കേരിയ കാറും ഒക്കെ ഈ ജോ ബോൺ ഡിസീസുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഹെക്കലാലാവ ഏറ്റവും പ്രധാനമുള്ളതാണ്. ഇത്രയുമാണ് നമുക്ക് നമ്മുടെ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ചില സിറ്റുവേഷൻസിൽ ഇപ്പൊ വിതോൾകാസ്റ്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ അതൊന്ന് വായിക്കാം. കാരണം ഈ ഡെന്റൽ ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുമ്പ് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ആരെങ്കിലും എടുക്കാൻ പോവുകയാണെങ്കിൽ അവര് ഡെന്റിസ്റ്റിനെ കണ്ട് പല്ലൊക്കെ വൃത്തിയാക്കി, അല്ലെങ്കിൽ ഇനി പല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പല്ല് വൃത്തിയാക്കിയ പല്ലിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുക്കാവൂന്ന് ഇപ്പൊ സയൻസ് ഓഫ് ഹോമിയോപ്പതി വിതോൾകാസ് പറയുന്നുണ്ട്. അതിന്റെ കാരണം പറയുന്നത് ഡെന്റൽ ട്രീറ്റ്മെന്റ് ഹാസ് ഫ്രീക്വന്റ്ലി ബീൻ ഒബ്സർവ്ഡ് ടു ആന്റിഡോട്ട് ദ ആക്ഷൻ ഓഫ് റെമഡീസ്. അപ്പൊ നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഡെന്റൽ ചികിത്സ എന്ന് പറയുന്നത്. അവരുപയോഗിക്കുന്ന അനസ്തേഷ്യ, അവരുപയോഗിക്കുന്ന മറ്റു മരുന്നുകൾ എല്ലാം തന്നെ നമ്മുടെ മരുന്നിനെ ആന്റിഡോട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. If a patient is just beginning homeopathic treatment and knows that dental treatment is going to be required in the near future, it is best to postpone homeopathic treatment until the dental procedures have been completed. അപ്പം പല്ലിന്റെ ചികിത്സയ്ക്ക് ശേഷം മാത്രമേ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് തുടങ്ങാവൂ. If dental work does become necessary after having received a homeopathy remedy, the amount of anesthetic use should be minimized as much as possible. ഇനി ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു ഡെന്റൽ പ്രൊസീജിയറിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ ആ ഡെന്റിസ്റ്റ് പറഞ്ഞാൽ കഴിയുന്നത്ര മരുന്ന് കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയാം, റിക്വസ്റ്റ് കൊടുക്കാന്ന് പറയാം. അപ്പം അനസ്തേഷ്യയുടെയോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മറ്റ് മിന്റ് പോലെയുള്ള മറ്റു സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി അവരടുത്ത് പറയണം. ഓൾസോ ദ ഡെന്റിസ്റ്റ് ഷുഡ് ബി ഇൻസ്ട്രക്റ്റഡ് ടു അവോയ്ഡ് യൂസിങ് സബ്സ്റ്റൻസസ് വിത്ത് സ്ട്രോങ് അരോമാറ്റിക് ഓഡേഴ്സ്, എസ്പെഷ്യലി ഓയിൽ ഓഫ് ക്ലോവ്സ് ഓർ സ്ട്രോങ് മിന്റ് കോമ്പൗണ്ട്സ് ആസ് മച്ച് ആസ് പോസിബിൾ. ഇത്രയും ബേസിക് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം എനിക്ക് ഒരു അനുഭവം ഉണ്ട്. ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ 2 ഫില്ലിങ് ഇളകിപ്പോയി എന്നുള്ളതാണ്. ഇളകിയെന്നല്ല, അത് പല്ല് പഴുത്തു. ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് 15-20 വർഷം മുമ്പ് അടച്ചു വെച്ചിരുന്ന പല്ല, ആ അടച്ചു വെച്ച പല്ല് ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വലതുവശത്തെ പല്ല് മോണല അതായത് പ്രിമോളറാ, അത് ഇളകി, അത് പഴുത്തു, വേദനയായി. അവസാനം ഞാൻ അത് എടുത്തു കളഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത വർഷത്തെ പല്ല് ഇതുപോലെ തന്നെ വേദന വന്നു. ആ പല്ല് ഞാൻ എടുത്തു കളഞ്ഞു. കാരണം അവർ ഹോമിയോപ്പതി മെഡിസിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ ബോഡിയെയും വെച്ചുകൊണ്ടിരിക്കില്ല. ഇറ്റ് വിൽ ട്രൈ ടു എലിമിനേറ്റ് ഓൾ ഫോറിൻ ബോഡീസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കഴിക്കുമ്പോൾ പല്ലുവേദന വരുന്നത് എന്ന് സാരം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് അവെയർ ആയിരിക്കുക. ആർക്കെങ്കിലും ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് ആർക്കെങ്കിലും പല്ലുവേദന വരുന്നെങ്കിൽ കഴിയുന്നത്ര ആ പല്ല് ഹോൾഡ് ചെയ്യാതിരിക്കുക. ഫില്ലിംഗ് ഉള്ളതാണെങ്കിൽ എടുത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല നിങ്ങൾ എടുത്ത് കളയുന്നില്ല, പല്ലിന് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിസിൻ ആന്റിഡോട്ട് ചെയ്യപ്പെടും. അതാണ് അതിന്റെ ഒരു കാര്യം കേട്ടോ. ഇത്രയുമാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡിസ്കഷനിലേക്ക് പോകാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
പിന്നെ ഇതിന്റെ റെപ്പർട്ടറിയിലേക്ക് പോവുകയാണെങ്കിൽ പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മരുന്നുകൾ ഹോമിയോപ്പതിയിൽ പിന്നെ റെപ്പർട്ടറിയിൽ ഓരോ പോയിന്റും എടുത്ത് പറയുന്നുണ്ട്. അത് ഒരു വലിയ ലോങ് ലിസ്റ്റാണ്. അതിന് ഇപ്പൊ തൽക്കാലം ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഡിസ്കഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ അനുഭവം ഇതിനകത്ത് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അത് ഉപകാരപ്രദമാവും. താങ്ക് യു. കേൾക്കുന്നില്ലല്ലോ ഡോക്ടർ ഷൈല? കേൾക്കുന്നില്ല. ഓക്കെ സോറി. പല്ലിനെ കുറിച്ച് വളരെ നല്ല ഒരു ക്ലാസ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞത്. ആമുഖമായി പല്ലില് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും പല്ല് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ഒരു ഡോക്ടർ അറിഞ്ഞിരിക്കണമെന്നുള്ളതും, പിന്നെ അത്യാവശ്യം നമ്മുടെ ദന്തരോഗങ്ങൾക്കുള്ള ഹോമിയോപ്പതി മരുന്നിനെ കുറിച്ചും നല്ല ഒരു വിവരണമാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്തെങ്കിലും അനുഭവങ്ങളോ സംശയങ്ങളോ ഡോക്ടറോട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിക്കാൻ റെഡിയായിരിക്കുക. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടറെ, വളരെ നല്ല ഒരു സെഷനായിരുന്നു. കാരണം നമ്മൾ എന്തൊക്കെ പല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നും പല്ലിൻ്റെ നമ്മൾ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും, ശരിക്കും എല്ലാവരും പല്ല് വെളുത്തിരിക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പല്ല് വെളുത്തതാണോ അതോ മഞ്ഞ നിറമുള്ള വെള്ളയാണോ എന്നൊക്കെ ഡോക്ടർ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സാധാരണയുള്ള അനാട്ടമി, ഫിസിയോളജി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഹോമിയോപ്പതി നമുക്ക് എന്ത് ചെയ്യാം. ശരിക്ക് ഇത് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ പോയതുകൊണ്ട് അബദ്ധത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ തിക്താനുഭവങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് അന്നും ഞാൻ ഈ ഡെന്റിസ്റ്റുകളോട് പറയുമായിരുന്നു, സാറേ ഞങ്ങളുടെ കൺസെപ്റ്റ് പ്രകാരം കേടുള്ള പല്ല് വന്ന് ഇളകിപ്പോയി കഴിഞ്ഞാൽ അവനങ്ങ് പറിച്ച് കളയുന്നതാണ്, അങ്ങനെ പോകുന്നതാണ് അതിൻ്റെ ശരി. നമ്മളതിനെ രണ്ടാമത് സെറ്റ് ചെയ്ത് വെച്ച് റെഡിയാക്കുന്ന പരിപാടി അത്ര ശാശ്വതമല്ല. പക്ഷെ അവര് അങ്ങനെയല്ല, ഇപ്പോഴത്തെ നിങ്ങളൊക്കെ പഴഞ്ചന്മാരാണ്, മറ്റേതാണ് മറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ സമയത്ത് നമുക്ക് ഹോമിയോ മെഡിസിൻ ശരിക്കും ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളിലോട്ട് അത് പോവില്ലായിരുന്നു എന്ന് പറയാനും. അതുപോലെ തന്നെ എനിക്ക് ഈ അടുത്തൊരു പേഷ്യന്റ് വളരെ അവർക്ക് എന്ത് മെഡിസിൻ കഴിച്ചാലും അലർജി ഉണ്ടാവും. അപ്പം പല്ല് പക്ഷെ എടുത്തേ പറ്റുള്ളൂ. ഡെന്റിസ്റ്റ് പറഞ്ഞു ഇത് 4 പല്ലെടുക്കണം, അത് പ്രധാനപ്പെട്ട പല്ലുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ അനസ്തേഷ്യ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എന്ത് വന്നാലും ശരി, എനിക്ക് ഹോമിയോ മെഡിസിൻ മതി. അപ്പം അതിന് മുന്നോടിയായിട്ട് അവർ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, നമുക്ക് മെഡിസിൻ കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള മെഡിസിൻ അഡ്വാൻസ് അവരവിടെ 3 ദിവസം അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ ഈ പല്ലുകളെല്ലാം എടുത്ത് ഒരു ഒരു ആൻറ്റിബയോട്ടിക്കും അനാൽജസിക്കും ഇല്ലാതെ നമ്മുടെ മെഡിസിൻ കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് മാറി. ശരിക്ക് അവിടെയുള്ള ഡോക്ടർമാർക്കും അതൊരു അനുഭവമായിരുന്നു. ഈ രോഗിയാണ് ശരിക്ക് ആ ഡോക്ടർമാരെ പഠിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഡോക്ടറെ, ഹോമിയോ മെഡിസിൻ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. സത്യത്തിൽ ഇത് നമ്മളും നേരിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. നേരിട്ട് അറിഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആദ്യം തന്നെ ഇവർക്കുള്ള ആൻറ്റിസിപ്പേഷനുള്ള മെഡിസിനാണ് അത്. നമ്മൾ ഒരു അക്രണൈറ്റ് കൊടുത്തിരുന്നു, ഭയം അതൊക്കെ ഉള്ളത് മാറുന്നതിനായിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ആർണിക്ക കൊടുത്തു. അതിനോടൊപ്പം തന്നെ പിന്നെ വേദന കൂടുകയാണെങ്കിൽ കൊടുക്കാനായിട്ട് ഹൈപ്പറിക്കൻ എണ്ണം കൊടുത്തിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പല്ലിന് മോണയ്ക്ക് ഇത് പൂർണ്ണമായിട്ട് വലിഞ്ഞ് മാറുന്നതിന് എന്തെങ്കിലും താമസമോ അസ്വസ്ഥതയോ വരുവാണെങ്കിൽ ആ സമയത്ത് കൊടുക്കാനായിട്ട് സിലീഷ്യ വണ്ണമും കൊടുത്തിരുന്നു. ബാക്കി പൈറോജൻ ഇൻ ബിറ്റ്വീൻ കൊടുത്തിരുന്നു. ഇത്രയും ഇത് ഹോസ്പിറ്റലിൽ വെച്ച് കൊടുത്തു തന്നെ. അതുപോലെ വായി കൊള്ളുവാനായിട്ട് നമ്മൾ കലണ്ടല ടിഞ്ചറും കൊടുത്തിരുന്നു, വാ കഴുകുന്നതിനും മറ്റുമായിട്ടും. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ വളരെ വേഗത്തിൽ സ്റ്റിച്ചെല്ലാം എടുത്ത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായില്ല. ആള് വളരെ ഹാപ്പിയായി. ഒരൊറ്റ വേദന സംഹാരി ഗുളികയോ ഒരു ആന്റിബയോട്ടിക്കോ കഴിച്ചില്ല. യഥാർത്ഥത്തിൽ അവർ തന്നെ അത്ഭുതപ്പെട്ട ഒരു അനുഭവമായിരുന്നു. ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ ഡെന്റൽ സർജൻ തന്നെ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് ഹോമിയോപ്പതിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന്. അദ്ദേഹം ഒരിക്കലും അത് ചെയ്യാൻ സമ്മതമല്ലായിരുന്നു. കാരണം ആന്റിബയോട്ടിക് ഇല്ലെങ്കിൽ ഇത് പഴുത്തു കഴിഞ്ഞ്
ഇതെല്ലാം പോവും. അങ്ങനെ വന്നാൽ പിന്നെ ടോക്സിസിറ്റി ഉണ്ടാകും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ രോഗി പറഞ്ഞു, ഡോക്ടറെ ഞാൻ ശ്വാസം മുട്ടൽ വന്ന് ഇപ്പം ചത്തുപോകുന്നുള്ള രീതിയിൽ കിടന്നപ്പോൾ ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ധൈര്യപൂർവ്വം ചെയ്തോളൂ, ഈ മരുന്ന് എനിക്ക് പിടിക്കും എന്നല്ല. ആ ഡോക്ടർ പറഞ്ഞു ഇത് ആർക്ക് കൊടുത്താലും ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്, ഡെന്റൽ കണ്ടീഷൻസിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ശരിക്ക് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെയും ആത്മവിശ്വാസം വളരുന്നതും നമുക്കും കോൺഫിഡൻസ് വരുന്നത്. നമ്മുടെ മെഡിസിൻ, നമ്മുടെ നിത്യ മെഡിക്കൽ വിശാലമായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ തപ്പിയെടുത്ത് കൊണ്ടുവന്ന് യഥാസമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഹോമിയോപ്പതി ഉണ്ട്, ഈ ഡെന്റൽ കംപ്ലൈൻസ് നല്ല രീതിയിൽ മാറ്റാൻ പറ്റും. അതാണ് എനിക്ക് ആഡ് ചെയ്യാൻ. എന്തായാലും അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഓക്കെ ധനേഷ് ഡോക്ടറെ. അടുത്തത് ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രൻ ഡോക്ടർക്ക് സംസാരിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആ ആ ആ പിന്നെ എൻ്റെ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ഡെന്റൽ സർജന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ ഫ്ലൂറൈഡ് ചേർത്തിട്ട പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ എനാമൽ പോകുമെന്നും അതുപോലെ തന്നെ പല്ലിന് പെട്ടെന്ന് തേയ്മാനം വരാമെന്നൊക്കെ പറയുന്നുണ്ട്. കാൽസ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് പോലെ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ ഒരു ഡെന്റൽ സുഹൃത്ത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ റെറ്റിനൽ കണ്ണിന് കാറ്ററാക്ട് സർജറി ചെയ്യുന്ന മുമ്പ് റെറ്റിനൽ സർജറി ചെയ്തിട്ടുള്ളവർ കണ്ണിന് തൊട്ടുള്ള മേൽവായിലെ പല്ലെടുക്കുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പല്ലെടുക്കാൻ പോകുമ്പോഴത്തേക്ക് 2 ദിവസം മുമ്പായിട്ട് ആർണിക്കായോ അല്ലെങ്കിൽ ഫോസ്ഫറസോ കൊടുത്ത് പേഷ്യന്റിന് കൊടുത്തു വിടുന്നത് നല്ലതായിരിക്കും, അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകത്തില്ല എന്നും 1-2 സുഹൃത്തുക്കളെ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൽ ഉള്ളതെന്ന് വെച്ചാൽ, ഈ കൊച്ചു കുട്ടികൾ ഉറക്കത്തിൽ പല്ലടിക്കും. ഉറക്കത്തിൽ പല്ലടിക്കും, അത് വരെയുടെ കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. എന്നാലും നമ്മൾ ഇതിനെ 200 ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അങ്ങ് മാറുന്നുണ്ട് എൻ്റെ അനുഭവത്തിൽ. അതുപോലെ തന്നെ പിന്നെ ഈ പല്ലിന് പോട് വന്നിട്ട് സഹിക്കാൻ വയ്യാത്ത പല്ലുവേദന വരുന്നവർക്ക് ക്രിയോസോട്ട് ടിഞ്ചർ പഞ്ഞിയിൽ മുക്കി പിഴിഞ്ഞ്, അപ്പോൾ പിഴിയാതെ വെച്ചാൽ മോണ പൊള്ളും. പിഴിഞ്ഞതിന് ശേഷം ആ പോട്ടിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോടുള്ള പല്ലിൻ്റെ വേദന മാറുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തായാലും ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയം ആയിട്ട് ഡോക്ടർ വന്നു. ഡോക്ടർ സ്പീച്ച് വളരെ നന്നായിരുന്നു. വീണ്ടും ഇതുപോലത്തെ സബ്ജക്റ്റായിട്ട് വരണം. പിന്നെ വേറെ പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ ജയചന്ദ്രൻ ഡോക്ടർ, എന്തായാലും സന്തോഷം. ക്രിയോസോട്ട് ടിഞ്ചർ, പ്ലെന്റാഗോ ടിഞ്ചർ പോലെയൊക്കെ ആക്ഷൻ കിട്ടും എന്നാണ് ജയചന്ദ്രൻ ഡോക്ടർ പറഞ്ഞത്. അതും നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. നല്ല ആക്ഷൻ. പക്ഷെ നന്നായിട്ട് തീർച്ചയായിട്ടും പഞ്ഞിയിൽ മുക്കി നല്ല പിഴിഞ്ഞിട്ട് വെക്കണം. എന്നാല് പിഴിയാതെ വെച്ച് കഴിഞ്ഞാൽ മോണയ്ക്ക് പൊള്ളല് വരും, അല്ല കവിളില്. ഓക്കെ ഡോക്ടർ, അതും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. സലീംകുമാർ ഡോക്ടർ ഉണ്ട്, നമ്മളെ അത് തന്നെ അനിൽകുമാർ ഡോക്ടർ ഉണ്ട്. നമസ്കാരം. ഡോക്ടറെ, കൊള്ളാം, നല്ല പ്രസന്റേഷൻ ആയിരുന്നേ. പിന്നെ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പല്ലെടുക്കാൻ പോയപ്പോഴേ ഞാന് ആർണിക്കയും കഴിച്ചുകൊണ്ടാണ് പോയത്. അപ്പൊ ആർണിക്കയും കഴിച്ചപ്പോൾ പല്ലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഡെന്റൽ ഡോക്ടർ പറഞ്ഞ് ഒരു പ്രിസ്ക്രിപ്ഷൻ ഒക്കെ തന്നു, ആ പെന്നിന് എല്ലാം കൂടെ എഴുതി തന്നു. ഡോക്ടറെ ഇത് കഴിച്ചോണം, പിന്നെ അല്ലെങ്കിൽ എല്ലാം പഴുത്ത് മൊത്തം പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെന്താ ഡോക്ടറെ, കഴിച്ചോളാം. ഞാൻ ആർണിക്കയും കഴിച്ചുകൊണ്ടാണ് പോണത്. ഞാൻ കഴിച്ച് വൈകിട്ട് പോയത്, നീരൊക്കെ ഉണ്ട്. എന്നിട്ട് ആ നീരും വെച്ചോണ്ട് പേഷ്യന്റിനെയൊക്കെ നോക്കി ആർണിക്ക 1 hour കഴിച്ചുകൊണ്ടിരുന്നു 200. നെക്സ്റ്റ് ഡേ ആയപ്പോൾ എല്ലാം കുറഞ്ഞ് നോർമലായി. ഒരു 7 ദിവസം കഴിഞ്ഞ് പുള്ളിയെ കാണാൻ ചെല്ലുമ്പോഴത്തേക്കും പുള്ളി ചോദിച്ചു, ഡോക്ടറെ പിന്നെ നല്ലവണ്ണം ഹീലായിരിക്കുന്നല്ലോ, ഡോക്ടർ തന്ന ആന്റിബയോട്ടിക് കഴിച്ചല്ലേ? ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ ഇതൊന്നും കഴിച്ചില്ല, ഞാൻ ഹോമിയോ മെഡിസിനാണ് കഴിച്ചത്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം, ഹോമിയോ മെഡിസിൻ കഴിച്ചത്. അത് എന്തായാലും ഞാൻ പല പ്രാവശ്യം പല്ലെടുത്തപ്പോഴും സംഭവം എൻ്റെ പല്ലൊക്കെ ഇംപ്ലാന്റ് ആണ്. ഇംപ്ലാന്റ് വച്ചിട്ടും പിന്നെ വിത്ത് ഹോമിയോപ്പതി മെഡിസിൻസ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു
ഒരു മാസത്തിന് മുമ്പ് ഈ പല്ലിന് വേദന വന്നു. അന്ന് എഹിയ പറഞ്ഞ, എന്താ പറയാ, ഡോക്ടർ എഹിയ പറഞ്ഞ ഒരു മരുന്ന്, അതായത് കലണ്ടുല ടിഞ്ചർ, എൻ്റെ അടുത്ത് നമ്മളെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അതായത് കുലുക്കുഴിയാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു 5 ഡ്രോപ്പ് ടിഞ്ചർ ആ പല്ലിന്റെ വേദന ഭാഗത്തോട്ട് കലണ്ടുല ടിഞ്ചർ വച്ചപ്പോ നെക്സ്റ്റ് ഡേ തൊട്ട് പെയിനേ ഇല്ല. എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ അത് ആ ഒഫൻസീവ്നെസ് മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് നമ്മുടെ കലണ്ടുല ടിഞ്ചർ. എന്താ പറയാ, ഒരു ആന്റിബയോട്ടിക് എന്ന് പറയാം, ആന്റിബയോട്ടിക് ആന്റിസെപ്റ്റിക്. ഒരു വലിയ അനുഭവമാണ് സത്യം പറഞ്ഞാൽ. എല്ലാവരും ട്രൈ നോക്കുക. കലണ്ടുല ടിഞ്ചർ ഒരു 4-5 ഡ്രോപ്പ് ഡയറക്റ്റ് ഒഴിക്കാം. മറ്റേ ക്രയോസോട്ട് പോലെ പൊള്ളത്തൊന്നുമില്ല. പക്ഷെ ഇമ്മീഡിയറ്റ് നമുക്ക് എന്താ പറയാ, ആ ബാക്ടീരിയ എല്ലാം പോയി എല്ലാം ക്ലിയർ ആവും ഫ്ലോറിൽ. അത് എൻ്റെ ഒരു വലിയൊരു അനുഭവമാണ്. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഞാൻ ഈ പറയുന്നത്, ഞാനും എഹിയായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ പല പ്രാവശ്യം തുടക്കത്തിൽ എന്താ പറയാ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവത്തിൽ ചെയ്തതാണ്. ഡെന്റലിന് ഹോമിയോപ്പതി ഭയങ്കര സ്കോപ്പാണ്. പക്ഷെ ഇത് അതുകൊണ്ട് നമ്മുടെ PMS ഡെന്റൽ കോളേജില് ഹോമിയോപ്പതി വിങ് തന്നെ ഇപ്പൊ തുടങ്ങിയല്ലോ. തുടങ്ങി. അതെ. അപ്പൊ അതുപോലെ നമുക്ക് ഇതുപോലെ വിങ്ങുകള്, ഹാർട്ട് തൊട്ട് എല്ലാം തുടങ്ങിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മളെ വർക്ക് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവരും ഇതിലിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എത്താൻ പറ്റും. യൂട്യൂബിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇൻകം വരെ കിട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും കൂടെ ട്രൈ ചെയ്ത ഒരു 10,000-ഓ 1,00,000 ഒക്കെ ആയാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും. അപ്പൊ എല്ലാവരും കൂടെ ശ്രമിക്കുക. നമ്മൾ ഇത്രയും നാളത്തെ വർക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതുവരെ ലോകത്ത് ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് ആരും ചെയ്യാത്തൊരു വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടെ എന്താ പറയാ, ഒരു ഒറ്റക്കെട്ടായിട്ട് ചെയ്താൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു എഹിയ. ഓക്കെ ഡോക്ടറെ, നമ്മുടെ ഈ ഡോക്ടർ സന്തോഷ് കുമാർ നമ്മുടെ PMS ഡെന്റൽ കോളേജിൽ ഒരു വിങ് തന്നെ തുടങ്ങിയിരുന്നു. അവിടെ അവര് ഈ പല്ല് പറിച്ചിട്ടുള്ള പേഷ്യൻസിന് അലോപ്പതി മരുന്നിന് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് ഡോക്ടർ സന്തോഷിന്റെ കീഴിൽ PMS കോളേജിൽ ഒരു ഡെന്റൽ ക്ലിനിക്ക് തന്നെ തുടങ്ങി. പുള്ളിയുടെ മകനാണ് അവിടെ ചാർജായിട്ട് നിൽക്കുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അറിയുന്നു. അത് ഈ ഇടയ്ക്ക് ഞാൻ പറയാനിരുന്നു. ഡോക്ടറെ, അത് എറണാകുളത്ത് ഡോക്ടർ നേരിട്ട് വന്നല്ലോ, അപ്പോഴതെല്ലാം നമുക്ക് പറഞ്ഞു തന്നായിരുന്നു അല്ലേ? അതെ. അതിനിടയ്ക്കാണ് നമ്മളെ ചാണ്ടിയമ്മ വന്നുകൊണ്ട് ഒരു ഇന്ററപ്ഷൻ വന്നു. അത് ഭംഗിയായിട്ട് പറഞ്ഞു. ഭംഗിയായിട്ടെല്ലാം പറഞ്ഞു അത് പ്രവർത്തിക്കുന്നു. അത് അപ്പൊ അതൊരു നല്ല, അത് എല്ലാവർക്കും അത് അന്ന് മുതലൊരു നമുക്കൊരു പുതിയ അറിവാണ്. അറിവ്. അപ്പൊ പല്ലും ചികിത്സിക്കാന്നുള്ള ഒന്നുകൂടെ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും വന്നു. ഇനി അടുത്ത സാംസങ് SMT2 നമ്മളെ ശാന്താചന്ദ്രൻ മാഡം ആണോ? മാഡം അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാം. സാംസങ് എന്നുള്ള ഒരു ഫോണി ശരിയാക്കാം. അത് ശാന്താചന്ദ്രൻ തന്നെയാണ് അത് കേട്ടോ. അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ച ആള് തന്നെ സംസാരിച്ചോളൂ. ഇതുവരെ പേര് മാറ്റാൻ പറ്റിയില്ല അല്ലേ ഡോക്ടറെ? മാറ്റാം ഡോക്ടർ, ഇനി അടുത്ത പ്രാവശ്യം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത്, ഇനിയിപ്പോ ഈ നമ്പർ കണ്ടാലും എനിക്ക് ഈ പേര് കണ്ടാലും മനസ്സിലാവും. ഓക്കെ, പറഞ്ഞോളൂ മാഡം. യഹിയ ഡോക്ടറെ, വളരെ നന്ദി. വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ഒന്ന്. പിന്നെ എന്റെ പല്ലെടുക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം നമ്മൾ അനിൽകുമാർ ഡോക്ടർ പറഞ്ഞ ആർണിക്ക കഴിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ഞാൻ ആർണിക്ക കഴിച്ചോണ്ട് പോയി. ഇപ്പൊ 3-4 ദിവസം ആയുള്ളൂ. പല്ല് വേദനയൊന്നും ഇല്ല, വേദന കുറഞ്ഞു ഇപ്പൊ നല്ലപോലെ. ഒരു കാര്യം, പിന്നെ ഈ ഡോക്ടർ പല്ല് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് യൂറിക് ആസിഡ് ഒക്കെ ഉള്ള ആൾക്കാരോട് ഫ്രാഗേരിയ ടിഞ്ചർ വെച്ചിട്ട് വായ ഗാർഗിൾ ചെയ്യാമെങ്കിൽ ഈ ടാർട്ടാർ വളരെ കുറയും. ടാർട്ടാറൊക്കെ പൊടിഞ്ഞങ്ങ് പോകും. അപ്പൊ ക്ലീനിങ്, പല്ല് ക്ലീൻ ചെയ്യാന്നുള്ള ഒരു പ്രക്രിയ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഒരു ഫ്രാഗേരിയ അപ്പൊ അത് വെച്ച് കുലുക്കോഴി കഴിഞ്ഞാൽ ടാറ്റാർ ഇളകി പോകും അല്ലേ? അതെ, ടാറ്റാർ ഇളകി പോകും. ഓക്കെ ഡോക്ടർ, നല്ല നൈസ്. ഓക്കെ, അപ്പൊ പുതിയ അറിവുകള് അങ്ങനെ വരട്ടെ, നീയും വരട്ടെ. ഞാൻ പല്ലെടുത്ത് കഴിഞ്ഞപ്പോ ഡെന്റിസ്റ്റ് എന്നോട് പറഞ്ഞു, കലണ്ടലിട്ട് ഒത്തിരി ഗാർഗിൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞു.
അത് ശരി. ഞാൻ എടുത്തിട്ട് ഇങ്ങ് പോരുമ്പോ ആർണിക്ക എന്റെ കയ്യിലുണ്ടായിരുന്നു ഉം. കഴിച്ചുകൊണ്ട്. പിന്നെ പല്ലെടുത്ത് അല്ല കഴിഞ്ഞ് ഡോക്ടർ, കറണ്ട് വീട്ട് ഗാർഗിളി എന്ന് പറയുന്ന എന്താ കാര്യം എന്താ? ഏഹ് കറണ്ട് വീട്ട് കൂടുതൽ ഗാർഗിളി ഇല്ലെന്ന് പറഞ്ഞില്ലേ, ചോദിച്ചില്ലേ? ചെയ്തോ, പക്ഷെ ഒത്തിരി ഗാർഗിൾ ചെയ്താല് ആ പല്ലിന്റെ ഇപ്പൊ എടുത്ത സ്ഥലത്തുള്ള ക്ലോട്ട് അങ്ങ് ഇളകിപ്പോകും. അപ്പൊ ക്ലോട്ട് അവിടെ നിന്നെങ്കിലേ ഹീൽ ചെയ്യുള്ളൂ. അതൊക്കെ നമ്മുടെ ആർമിക്ക് കൊടുക്കുമ്പോൾ ഹീൽ ചെയ്യും ഡോക്ടറെ. ആ മരുന്ന് ആർമി അത് ഉള്ളിൽ. അവർക്ക് അറിഞ്ഞൂടല്ലോ. ഓക്കെ. ഡോക്ടറെ അഭിപ്രായം എന്താണ്? ഇല്ല, കറക്റ്റ് ടീച്ചർ ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട്, അതിപ്പോ പച്ചവെള്ളം ആണെന്നുണ്ടെങ്കിലും ഫോഴ്സ്ഫുൾ ആയിട്ട് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലോട്ട് കളയും. ഇളകി പോവും, അത്രേ ഉള്ളൂ. ഒരു കോമൺ സെൻസ്, അത് കഥയൊന്നുമില്ല. അതൊന്നുമില്ല. ചെയ്താൽ മതി. ഓക്കെ, അല്ല, അതല്ലെങ്കിൽ അവർക്ക് നമ്മുടെ മെഡിസിനെ പറ്റി അറിയില്ല ഡോക്ടറെ, അതാണ് അല്ല, കുഴപ്പം. അതെ, പഞ്ഞി വെച്ച് കടിച്ചു പിടിച്ച് 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം അല്ലേ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ പ്രശ്നം വരില്ല, അപ്പോഴത്തേക്ക് ക്ലോട്ട് ആയി കഴിഞ്ഞല്ലോ. അതെ അതെ. ഓക്കെ, അടുത്തത് സലീം കുമാർ ഡോക്ടർ. റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ്, സ്റ്റക്കായിരിക്കുകയാണെന്ന് തോന്നുന്നു. മാഡം പറഞ്ഞു കഴിഞ്ഞില്ലേ? പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ മാഡം, നമുക്ക് നമ്മുടെ ടൈം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സലീം കുമാർ ഡോക്ടർ സംസാരിക്കുന്നുണ്ടോ? എന്തോ സ്റ്റക്കായി നിൽക്കുന്ന പോലെ തോന്നുന്നു. ഒന്നുമില്ല. എനിക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ക്ലാസ് ആണ്. ഏഷ്യ ഡോക്ടർക്ക് ഒരു പ്രത്യേക കയ്യടി തരുന്നു. അത്ര തന്നെ, എനിക്ക് സലീം സംശയങ്ങളൊന്നുമില്ല. കുമാർ ഡോക്ടറെ, യഹിയ ഡോക്ടർക്കുള്ള നന്ദി കൂടി പറയണം. ഓക്കെ. നമ്മള് എനിക്ക് പലപ്പോഴും ഇപ്പൊ എല്ലാ ദിവസവും ഒന്നും കയറാൻ പറ്റുന്നില്ല. ഇന്ന് പെട്ടെന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. നോക്കിയപ്പോൾ ഏഷ്യ ഡോക്ടർ എന്നെ മുഴുവൻ കണ്ടു കളയാം. അപ്പോഴാണ് ഡെന്റൽ, ഞാൻ പിന്നെ അവിടെ ഇരുന്ന് പോയി, വേറെ പരിപാടിക്ക് പങ്കെടുക്കാതെ. നല്ല ക്ലാസ് ആയിരുന്നു ഇത്. ശരിക്ക് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ IFPHലെ പല സാധനങ്ങളും ടെക്സ്റ്റ് ബുക്കായിട്ട് സൂക്ഷിക്കേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെ സൂക്ഷിക്കേണ്ട ഒരു ഇതായിരിക്കും നമ്മൾ യൂട്യൂബ് ഇറങ്ങുമ്പോൾ. ഇത് വളരെ നന്നായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും പ്രയോജനപ്രദമായ രീതിയിൽ ഒരു ഡെന്റൽ സബ്ജക്റ്റ് ആരും അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ല. എന്നാൽ വളരെ സിമ്പിളാണ്, കുറച്ചേ ഉള്ളതാനും, ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെ നല്ലൊരു ക്ലാസ് പ്രസന്റ് ചെയ്ത ഏഷ്യ ഡോക്ടർക്ക് IFPHന്റെ പേരിലും ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയും. താങ്ക് യു. ഓക്കെ, സലീം കുമാർ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഇതുപോലുള്ള നല്ല ക്ലാസ്സുകളെല്ലാം ഇന്ന് ഈ സൂമിൽ ഉണ്ടായിരുന്നവർക്കും, അതുപോലെ തന്നെ നാളെ ഇനി മുതൽ യൂട്യൂബ് ചാനൽ വഴി കാണുന്നവർക്കും എല്ലാം, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പോലും കൂടുതൽ പേര് അറ്റൻഡ് ചെയ്താൽ അവർക്ക് ഓരോ പാസ്സായി ഇറങ്ങുന്നവർക്കൊക്കെ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങാൻ ഒട്ടും കോൺഫിഡൻസ് കുറയേണ്ട കാര്യമില്ല. നമ്മളെ യൂട്യൂബിലെ ഈ ക്ലാസ്സുകളെല്ലാം കേട്ടാൽ തന്നെ അവർക്ക് നല്ലൊരു പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. കൂടുതൽ പേര് ഇതൊക്കെ കാണട്ടെ, അവർക്കിത് പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും യഹിയ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.